പരമാവധി നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിച്ച് പരിപ്പിളക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞില്ല എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ പൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? ഞാൻ അങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നിന്റെ എന്തെങ്കിലും നോക്കിക്കെടുക്കാൻ വന്നോ? കട്ടെടുക്കാൻ വന്നോ? ഒന്നുമില്ല. ഞാൻ ആർക്കും ശല്യം ഇല്ലാതെ ഇവിടെ രോഗമില്ലാതെ ജീവിക്കുക. എന്റെ നേരെ കേസ് കൊടുക്കണം, ജയിലിൽ കയറ്റണം. ഞാൻ നിന്റെ എന്തോ എടുക്കാൻ വന്നിട്ട് പൂടെ മോളെ. ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നെന്ന്. ഞാൻ ഈ ചെയ്ത് വെച്ചേക്കണൊക്കെയാണോ നിനക്ക് ഇപ്പോൾ കുഴപ്പമായിട്ട് വന്നത്? അതൊന്നും ഞാൻ പറയില്ല. എന്റെ അന്ത വിചാരിച്ചാൽ കളയാൻ പറ്റില്ല എനിക്ക്. എന്റെ ശില്പം, ഞാൻ ഉണ്ടാക്കുന്ന ശില്പം എന്റെ കഴിവ് എനിക്ക് തനതായി കിട്ടി. എന്റെ കഴിവാടിയത്. എന്നെപ്പോലെ ഒരാൾക്ക് അത്ര കഴിവ് കിട്ടില്ല. എന്റെ കഴിവാണ്, എന്റെ കഴിവുകളെയാണ് ഞാൻ ഓരോ തൊഴിലാക്കിയത്. എന്റെ ചിത്രം വരെയാണ് ഞാൻ തൊഴിലാക്കുന്നത്. എന്റെ കലകളെയാണ് ഞാൻ തൊഴിലാക്കുന്നത്. ഞാൻ ആരുടെ വീട്ടിലേക്ക് ഞാൻ തെണ്ടാ പോയിട്ടില്ല, തെണ്ടിയിട്ടുമില്ല. തോന്നിയാസം പറയാം മീഡിയ വഴി എന്ന് പറയുന്നോണെ മര്യാദയ്ക്ക് പറയണം. നാഗാദേവിയെ കുറിച്ച് പറഞ്ഞാലും ചെറിയതാത്ത എന്ന് പറയുന്ന വേച്ചി പൂറി മോള് അങ്ങനെ തന്നെ നിന്നെ വിളിക്കത്തുള്ളി. എത്ര പെൺകുട്ടികളെ ശാപമാണ് നിനക്കുള്ളത്? എല്ലാ പെണ്ണുങ്ങളുടെ തോളക്കറ്റം നിന്ന് നീ എന്റെ തോളെ കീറാൻ വരുവാ. വെറുതെ അല്ല നിനക്കൊരാണില്ലാത്തത്. പച്ചപ്പില്ലാത്ത കൂലിയും കൊണ്ട് കിടക്കുന്നു, ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുക. അത് ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കൂതിയില്ല ഉണങ്ങി കൊട്ടനടിച്ച് കിടക്കുന്നത്. അതിന് ഇത്തിരി മഴ മറണമെങ്കിൽ എന്റെ തോളെ കയറിയാൽ പോരാ. നാഗാദേവിയുടെ തോളെ കയറാൻ വന്നിരിക്കുന്നു. അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കും, അവൾ കേൾക്കട്ടെ. നാഗാദേവി അന്ധവിശ്വാസം പറപ്പിച്ചു വിടുന്നു. നിന്റെ ഉള്ളിൽ കിടന്ന് അന്ധമായി നീ അങ്ങ് വിശ്വസിക്കുക. ഇതല്ല അന്ധവിശ്വാസമാണോ പോലും? ഈ പ്രകൃതി മൊത്തം അവർക്ക് അന്ധവിശ്വാസമാണ്. വിളക്ക് കത്തിക്കുന്നു അന്ധവിശ്വാസം. നീ നിന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ല, പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു. എനിക്കിവിടെ കറണ്ട് പോകുമ്പോഴും ഞാൻ വൈദ്യുതി അങ്ങനെയൊക്കെയാണ് ഞാൻ ലാഭിക്കുന്നത്. വൈദ്യുതി ബില്ല് ഒത്തിരി വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പകുതി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നിനക്ക് പണം ഉണ്ടായിരിക്കും വൈദ്യുതി ബില്ല് ഇങ്ങനെ വരുമ്പോൾ ബില്ല് അടയ്ക്കാം. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് കത്തിക്കും. അത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിന്നെ പോലുള്ള തേവിടിച്ചുമാരുണ്ടല്ലോ. ഞാൻ ഭസ്മം ഉപയോഗിക്കും, ചന്ദനം ഉപയോഗിക്കും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. നീ ആരായിട്ട് ചോദിക്കാനായിട്ട്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. നിന്റെ സാമാന്യം നമ്മൾ വരണ്ടി കിടക്കുവാണെങ്കിൽ നീ അവിടെ എങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ, പിന്നെ തന്നെ നീ എന്റെ കീഴിലോട്ട് കയറി വരുന്നത്. മയിലിൽ ഒരു കണ്ടു അവളെ എനിക്ക് അറപ്പ വെറുപ്പ. ഇതുപോലെ വൃത്തികെട്ട ഒരു മയിലെത്തി. നിനക്കെല്ലാം നിന്റെ ജീവിതം തന്നെ നരങ്ങിച്ചേ മരിക്കുള്ളൂ മയിലെ, കേട്ടോ. അല്ലാതെ നീ നേരവണ്ണൊന്നും മരിക്കത്തില്ല. നിനക്ക് എല്ലാവരും വായിലിരിക്കുന്ന തെരുവിളിയൊക്കെ കേട്ടേ നീ മരിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം നിന്നെ ഇട്ട് അലക്കി വരുക. നീ നാഗാദേവിയും കൂടെ അനുഗ്രഹം നിനക്ക് വേണമായിരുന്നു. അത് ഭംഗിയായിട്ട് നീ തന്നിട്ടുണ്ട്, കേട്ടോ. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം കരച്ചില്ല, അവർക്ക് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. എല്ലാവരും കൈ കൂപ്പുക നാഗാദേവിയുടെ അടുത്ത് വന്ന്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഞാനേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ കുറവുണ്ടായിരുന്നു. ഞാൻ മഹാദേവിയെ ഭദ്രകാളിയാ. എല്ലാവർക്കും സന്തോഷമായി. നിന്നെ രണ്ട് കണ്ടത് തീർന്നു. ഇനിയിപ്പോൾ ഒന്നും അല്ല, നാഗാദേവിയുടെ കീഴിലോട്ട് കയറി വരുക. ഏതൊക്കെ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും പറഞ്ഞു. ഇനി ആരെ തുടങ്ങാം? നാഗാദേവി പറയാം. നാഗാദേവി പറയുന്നതാണ് ഇത്തിരി ആശ്വാസമുണ്ട്. നീ എന്താ മൈലത്തി വിചാരിച്ചത്? നാഗ കുറച്ചുകൂടി തെറി പറയൂ ദേവീന്ന്. എനിക്കറിയാം എന്തോ പറയേണ്ടത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കണ്ട. ഞാൻ അങ്ങനെ ആരുടെ പ്രേരണയിൽപ്പെടുന്നത് പോലൊന്നുമല്ല. ഒറ്റയ്ക്ക് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ അസൂയ മൂത്ത് കൊടുത്തെടുക്കുക. അവിടെ പേര് ചെയ്തളിക്കുക. അടുത്തവൾ വന്ന് ഇവിടുമാർക്കൊന്നും പറ്റാത്തെന്ന് വെച്ചാൽ നാഗാദേവി ഈ കാറിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ ഈ മൈലത്തി പെണ്ണുങ്ങൾക്ക് അസൂയ, കുശുമ്പ്. നാഗാദേവിക്ക് ഒരു നല്ല വീടുണ്ടാകാൻ പറ്റില്ല, നല്ലൊരു വാഹനത്തിൽ പോകാൻ പറ്റില്ല, നല്ലൊരു കിടക്ക ഉണ്ടാകാൻ പറ്റില്ല. ഇവിടുമാരുടെ എങ്ങാനും പണം കണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഒരു തെളിവും ഇല്ല. നിന്റെ ഒന്നും ഉണ്ടാക്കിയതല്ല ഞാൻ ജീവിക്കുന്നത്. അവർക്ക് അസൂയ ജീവിക്കുന്നു. നാഗയോട് കളിച്ചാൽ കളി പഠിക്കുന്നു. എന്നോട് കളിക്കാൻ വന്നാൽ കളി പഠിപ്പിക്കും. അവർക്ക് ഇപ്പൊ എന്നെ ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം, നിയമത്തെ കൊണ്ട് പിടിപ്പിക്കണം, മുഖ്യമന്ത്രിയോട് അടുത്ത് പറയാം. ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിക്കുള്ള എല്ലാ പദവികളും ഇവിടെയും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഓരോ ജീവിക്കും മനുഷ്യനുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല. എന്റെ മുക്കിലൂടെ പോകുന്ന ശ്വാസമാണ്. എനിക്ക് ചോരയും നീരും ഒക്കെ ഉണ്ട്. എന്റെ ദൈവം ഇതിലും ചോരയും നീരും ഒക്കെ തന്നെയാ. ഇതിലേ പോകുന്ന ശ്വാസമാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് വെച്ചിട്ടേക്കുമല്ല ഈ ഏരിയ. തെറിയത്താത്ത എന്ന് പറയുന്ന പൂളിച്ചി. നിനക്ക് മാത്രം ജീവിക്കാനുള്ള ഇടമല്ല ഇത്. ഞാൻ നിന്റെ ഒന്നും അടുത്തും വന്നിട്ടില്ല. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ജീവിക്കുന്നു. എല്ലാവരും നിന്നും വിട്ടകന്നിങ്ങനെ ജീവിക്കുന്നു. വിളക്ക് കൊളുത്തുന്നു, പോകുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു. ആർക്ക് ശല്യമില്ലാതെ ഒരിടത്ത് ഇങ്ങനെ കഴിയുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്നു. അതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗം. ഞാനൊക്കെ ചെയ്യും. നീയൊക്കെ ഇനി എത്ര കടന്ന് മറിയണ്ണ പാച്ചിൽ ചെയ്താലും സൂര്യനെ നമസ്കരിക്കും, ഭൂമിയെ നമസ്കരിക്കും, വായുവിനെ നമസ്കരിക്കും, കാറ്റിനെ നമസ്കരിക്കും, ജലം, വായു, അഗ്നി എല്ലാത്തിനെയും ഞാൻ നമസ്കരിക്കും. എന്റെ നമസ്കാരം നിനക്കൊന്നും ഒരു കാലത്ത് മാറ്റാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. എന്റെ ബോഡി തത്ത് ജഡമായി എപ്പോൾ തീരുന്നുവോ ആ നിമിഷം വരെ ഞാൻ ഇവിടെ ജീവിക്കും. ഈ ജഡമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്താണ്. ജഡമായി എന്നത് വരെ ഇതേ ദേഹത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ ജീവിക്കും. ഞാൻ ശ്വസിക്കും. ഞാൻ എന്നെ പോലൊക്കെ ഉള്ളവർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നോണ്ടാ മൈലെ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. കെട്ടോടി തെറിയതാത്തേന്ന് പറയുന്ന മൈത്തെ, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറി ആളുകൾ നിന്റെ ചപ്പാക്കുട്ടി അടിച്ച് തിരിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. എന്നെ പോലുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കുന്നോണ്ടാ. കാരണം ഒരാൾക്കും ശല്യം ഇല്ലാതെ ഒരിടത്തിരുന്ന് ആർക്കും ശല്യം ഇല്ലാതെ ജീവിക്കുക. നിനക്ക് ശല്യം ഉണ്ടോ കുറിച്ച് ഞാൻ ഇവിടെ ജീവിക്കുന്നതിന്? നിനക്ക് എന്തിന്റെ കടപ്പാ? അല്ലെ നിന്റെ വരണ്ട് കിടക്കുന്ന കൂടിക്കകത്തിലും മയമില്ലാത്തതിനെ എന്നെ എന്തിനാ പറയുന്നത്? പലതൊക്കെ നല്ലത് മയമുള്ളത് പിന്നെ എല്ലായിടത്തും കഴിഞ്ഞു. നാഗാദേവിയുടെ കീഴിലോട്ട് പോവുക. ഞാനിത് വിട്ട് കളഞ്ഞതാ. എന്നെ വെളിയിലേക്ക് കാണുമ്പോൾ ആളുകൾ എന്നെ വട്ടം പൊതിയുന്നു. ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് പൊതിയുന്നത്. ആളുകൾ എന്നെ ആരാധിക്കുന്നു.
പണ്ടും എന്റെ പിന്നാലെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു കലാകാരി ആയിരിക്കും, നിന്നെ പോലെയല്ല. കലാകാരുടെ ചുറ്റും ആളുകൾ കൂടും. ഞാനൊരു അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു, കലാകാരിയായിരുന്നു, ചിത്രകാരിയാണ്, ശില്പിയാണ്, ബ്രില്യൻ്റ് ആണ്, എഴുത്തുകാരിയായിരുന്നു. അതൊക്കെ തന്നെയാ ഇപ്പോഴും, അതൊക്കെ തന്നെയാണ് ഞാൻ. അപ്പോഴും മാത്രമല്ല, ഇപ്പോഴും അതൊക്കെ തന്നെ, അതിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് പണം ഇടപാടുകളുണ്ടായിരുന്നു, ഇപ്പോഴും പണം കൊടുത്ത് പണം വാങ്ങുന്നു. അത് എന്റെ മിടുക്ക്, എന്നോളം മിടുക്കില്ല, നിനക്കില്ല. അത് നിന്റെ കഴിവുകേട്, എന്റെ കഴിവുകേടല്ല. നിന്റെ കഴിവുകേട്. നീ കഴിവില്ലാത്തവാ. നിന്നെ 4 പേര് അറിയുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ട് നിന്നെ നീ അങ്ങോട്ട് അറിയുന്നില്ല. നീ വെളിയിലോട്ട് ഇറങ്ങി ആരെങ്കിലും നിന്റെ ചുറ്റും കൂടുമോ? മൈരത്തി ചാനലുകാർ നിന്റെ അടുത്ത് വന്ന് കൂടുമോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, എത്ര ആളുകൾ എന്റെ ചുറ്റും കൂടുന്നതെന്ന് അറിയാവോ? എന്നെ ഇഷ്ടപ്പെട്ടു. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മൈരത്തി സേവനം ചെയ്യണം, ആർക്കെങ്കിലും വല്ലതും കൊടുക്കണം. അത് വന്നേക്കുന്നു നാഗാദേവി ഉണ്ടാക്കാനായിട്ട്. നാഗാദേവിയുടെ അടുത്ത് നീ കൂടുതൽ കളിക്കാനൊന്നും വരണ്ട. നീ നാഗാദേവിക്ക് ചെലവിനൊന്നും തരുന്നില്ല. നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാനും വരുന്നില്ല. തെണ്ടിച്ചി നിന്റെ അടുത്ത് ഞാൻ തണ്ടാൽ എപ്പോഴാണ് അടിക്കൂടെ പൂരി മോളെ വന്നത്? ആ മൈലിന്റെ അടുത്തോട്ട് എപ്പോഴാണ് വന്നത്? ആ ദൈവം എന്ന് പറയുന്നത് അതേ പൂരി. ഞാൻ ആ ദൈവം. എനിക്ക് എന്താ വേണം? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നെ? നീ ചെയ്യാൻ ഇവിടെ വന്നാലുണ്ടല്ലോ, നിനക്ക് അതുപോലെ തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇത് എന്റെ കഴിവായി ഈ ശില അത് ചിപ്പം പണിതിട്ടത്. നിന്നെ പോലെ ഊമ്പാൻ ചെയ്യുന്നതല്ല ഞാന്. അവിടെ അങ്ങ് തെറി പറയാത്തോ? ഈ പിന്നെന്തോ അടച്ചിട്ട് മുറിക്കാത്തിരുന്ന തെറിയല്ലേ നീ പറയുന്നത്? നിന്റെ പേര് തന്നെ ആളുകൾ ഇട്ടേക്കുന്ന തെറി താത്തയെ ഞങ്ങളുടെ താത്ത പോലെ. നീ എവിടുത്തെ താത്തയാണ്? നിന്നെ കണ്ട തരം ഓഞ്ഞ മോന്തയും തെണ്ടിത്തീനി. നീ അത് തെണ്ടിത്തീനി. ഞാൻ അദ്ദേഹത്തെ ഭിക്ഷ ചോദിച്ചല്ല ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അഥവാ പോട്ടെ, ഞാൻ ഭിക്ഷ ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ ഇത്ര വലിയ കടി? എന്താ നിന്റെ കൂട്ടി നിർത്താണോ തരുന്നത്? ആണോ? ഞാൻ ഭിക്ഷ ചോദിക്കണം, നീ എനിക്ക് തരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിനക്കെന്താ അത്ര വലിയ കടിപ്പെന്താ? നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്നെ ഇഷ്ടപ്പെടണമെന്ന്. നീ ഒന്നും എന്റെ അടുത്ത് വരാതിരിക്കുന്നേ നല്ലത്. ഒരു ഐഡിയകളും എന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്ക് നല്ലത്, ഏറ്റവും നല്ലത്. നിന്നെയൊക്കെ ഞാൻ വിളിച്ചോ? എന്റെ വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല. ഒരുത്തനെയും വിളിച്ചിട്ടില്ല. നീയൊക്കെ തന്നെയാണ് എന്റെ ചുറ്റും ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരുന്നത്. ഞാൻ വരുന്നില്ലല്ലോ അങ്ങോട്ട് കയറി. ഞാൻ വരുന്നുണ്ടോ? നിന്നെ മിണ്ടാൻ വരുന്നുണ്ടോ? ആഹാരം ചോദിച്ചു വരുന്നുണ്ടോ? ഉണ്ടായി. ഞാനിവിടെ ആഹാരം കൊടുക്കുകയോ ചെയ്യുന്നത്. നീക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കൂടി മൈരത്തി. ഞാൻ നിന്നെ പോലെയല്ല. എന്റെ വീട്ടിലേക്ക് വരുന്നവർക്ക് ആഹാരവും വെള്ളവും വസ്ത്രവും ഒക്കെ കൊടുത്തു. അങ്ങനെയാ എന്റെ കുട്ടിക്കാലം വരെ ഞാൻ അങ്ങനെയാ ജീവിച്ചത്. വിട്ട് നിന്നോട് ഞാൻ ആഹാരം ചോദിക്കാനൊന്നും വരുന്നില്ല. ആ മൈലിനോട് ഞാൻ പോയി ചോദിച്ചിട്ടില്ല. നിന്നോടൊക്കെ വന്ന് ചോദിച്ചാലുള്ള അവസ്ഥ നീക്ക് വിഷമായിരിക്കും ചിലപ്പോൾ എടുത്ത് തരുന്നത്. ഞാൻ അതുകൊണ്ട് അത്രയും ഞാൻ വന്നിട്ടില്ല ഇന്ന് വരെ. കള്ളത്തരം ഇനി മേലാൽ മീഡിയ വഴി പറഞ്ഞ് പഠിപ്പിക്കരുത്. ഭിക്ഷ ചോദിക്കുന്നത് പോലും. ഞാൻ ഭിക്ഷ എടുത്താൽ നിനക്ക് എന്താ ഇത്ര വലിയ തണ്ണം? നിന്റെ കൂട്ടല്ല ഞാൻ. അന്തസ്സായിട്ട് ഞാനിവിടെ എനിക്കൊരു കഴിവുണ്ട്. ചിത്രം വരപ്പ്, ശില്പ നിർമ്മാണം, വിളക്ക് കൊളുത്തല്, പൂജകളെ. ആ പൂജയൊന്നും നിനക്കറിയില്ല. നിനക്ക് അതിനൊട്ട് കഴിവുമില്ല. പൂജ എന്താണെന്നും അറിയില്ല. അന്ധവിശ്വാസം പടപ്പിക്കുന്നു. എന്തോ നീ എന്തൊക്കെ അവിടെ വയ്ക്കണം? നിന്റെ ഉള്ളിൽ അന്ധവിശ്വാസം. നീ അന്ധമായിട്ട് എന്നെ വിശ്വസിക്കുന്നു. നീ ആണെന്ത് ചെയ്യാനായിരേ? എന്റെ പൊന്നുമയിരെ, നീ അന്ധമായിട്ട് എന്നെ കിടന്ന് വിശ്വസിക്കുക. നിനക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പകരം നീ നാഗാദേവി അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കുന്നു. എന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇടും. നാഗ എന്റെ വിട്ടാട്ടം പഠിപ്പിക്കും. ഈ മയിലിനൊക്കെ നിനക്ക് ഭ്രാന്താണോ മയിലെ? വെറുതെ ഇല്ല. നീ എന്നിട്ട് പറയാം ഏതോ ഒരാൾ പണ്ടങ്ങോ പറഞ്ഞു വെച്ചത് കേരളം ഭ്രാന്താലയാണ്. ശരിയാ, നിന്നെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് പറയുന്നത്. കേരളം ഭ്രാന്താലയാണെന്ന് പറഞ്ഞു വെച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ചിട്ടാ, അല്ലാതെ എന്നെ പോലുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. നിനക്കൊക്കെ ഭ്രാന്ത് മൂത്ത് ഒരു മുറിക്കകത്ത് നിനക്ക് ഇറങ്ങാനുള്ള കഴിവ് പോലും ഇല്ല. കഴിവ് കേട്ടവൾ നിന്നെ ഞാൻ അങ്ങനെ തന്നെ പറയും. തീരെ എഴുതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മര്യാദയ്ക്ക് എന്റെ കാര്യം നോക്കിപ്പോയതാ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്റെ പിന്നാലെ ആരും പൊക്കി പിടിച്ചോണ്ട് വരരുത്. ഞാൻ ആർക്ക് ശല്യം ചെയ്യുന്നില്ല. ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോകുന്നു. നീ വിളിക്കുന്ന സമാധാനം കാണോ? ഇല്ല. ആളുകളെല്ലാം ചിരിക്കും. നാഗാദേവി അവൾക്ക് നല്ല മറുപടി കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ചിരിക്കൂടായിട്ട്. കാരണം ഇപ്പൊ തന്നെ ഇതിനകത്ത് എന്തോരം ചിരിയാ വരുന്നത്. നിനക്ക് ഇങ്ങനെ തരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം എന്നോട്. 7558759593 എല്ലാവരും കൊണ്ട് ദാനധർമ്മം ചെയ്തേ. പിന്നെ നിങ്ങളുടെ എല്ലാം ആഘോഷമാണ്. എല്ലാവരും ക്യാഷിടും. ആ മൈരത്തി എന്നെ പറഞ്ഞു, ഞാനും അവളെ പറഞ്ഞു. ഒരു മൈലിന് അവിടെ കിടന്നു എപ്പോൾ തൊട്ടേ എഴുതി വെച്ച് ദൈവം തെറി പറയുന്നു, വൃത്തികേട് പറയുന്നു. ആ മൈലിന് അത്രയും മണിക്കൂർ അവിടെ കിടന്ന് എഴുതുക. എന്നാൽ ആ മൈലിന് എന്നാൽ അത് ഓഫ് ചെയ്തിട്ട് പോകാം. അവൻ അത്രയും നേരം അവന് ചെയ്തുകൊണ്ട് അത് കേട്ടോണ്ട് തന്നെ വീണ്ടും എഴുതി വെക്കുക. ആ മൈലിന് ഇത് ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. അതിനൊന്നും പോലും ഉള്ള കഴിവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഹൈഡ് ചെയ്തങ്ങ് മാറ്റി. അതാണ് ഇങ്ങനെ വന്നത്. സൂക്കേട് തീർന്നു. ബാക്കി കിട്ടിയെന്ന് കണ്ടോ? അതിന്റെ സൂക്കേട് തീർന്നു. ദൈവം തെറി പറയുന്നു. അതും ഒരു വട്ടമല്ല, ടൈപ്പ് ചെയ്തങ്ങ് ഇടുക. എഴുതിക്കൊണ്ടേ ഇരിക്കുക. കേൾക്കുക എഴുതുക. എന്നാൽ പിന്നെ അതങ്ങ് ഓഫാക്കിയിട്ട് അങ്ങ് ഒഴിക്കൂടെ? അതില്ല, അത് പോകൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഉത്തരമായിട്ട് അവന് ചെയ്യാൻ പറ്റാം. അവന്റെ മനസ്സിനെയും അവന്റെ ഇന്ദ്രിയങ്ങളെ അവന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുത്തു. ഇങ്ങനെ ഒറ്റൊരുങ്ങിക്ക് ഹൈഡ് ചെയ്തു. റിമൂവ് ആയി. പണ്ട് ശല്യമില്ല. ഇങ്ങനെയാണ് ഓരോരുത്തരും. നാഗമ്മ അവർ ഫേമസ് ആകാൻ കാണിക്കുന്ന പരിപാടിയാണെന്ന്. നാഗമ്മ അവർ ഫേമസ് ആകാൻ കാണിക്കുക. പക്ഷെ ഫേമസ് ആവുന്നില്ലല്ലോ. ഫേമസ് ആകാനായിട്ട് കാണിച്ച് കീഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഉള്ള ആൾക്കാരെ മൊത്തം തെരുവിളി അവർക്ക് കേട്ടോണ്ടിരിക്കുക. വല്ല കാര്യമുണ്ടോ? അവസാനം ഈ നാഗാദേവിയോട് വരെ തെറി. ഞാൻ അങ്ങനെ തെരുവ് പോലും പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. വെളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ആരോടും അങ്ങനെ മിണ്ടാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെ ആരോടും, നിങ്ങൾ തന്നെ ഇന്നലെ കണ്ടില്ലേ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ, ഞാൻ തിയേറ്ററിൽ മാത്രമല്ല ഞാൻ വെളിയിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആരോടും മിണ്ടൂല. എന്റെ പ്രകടനം തന്നെ അങ്ങനെയാണ്. ആരോടും മിണ്ടില്ല, ആരെയും ശല്യമില്ല. നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇന്നലെ അത്രയും ആളുകൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഞാൻ മിണ്ടാതെ ഇന്ന്. ഞാൻ എങ്ങനെയാണ് ഇവിടെ ആയാലും കുറച്ചു നേരമൊക്കെ ഞാൻ ഇങ്ങനെ ഒച്ച വെച്ചിട്ട് അതേ കണ്ടുന്ന് ഞാൻ അങ്ങനെയാ. ഇവിടെ എനിക്ക് ദേഷ്യം വന്നാലും കുറച്ചു നേരം അത് പ്രകടിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കും. എനിക്കതാ, ഞാൻ അങ്ങനെയാ. ഞാൻ ആരോട് ഒരു വഴക്കിനോ വക്കാണത്തിനോ ഒന്നും പോവാത്ത ഒരാളാ. ആ തീർത്തിൽ തന്നെ വെച്ചിട്ട് ആ ചെക്കൻ നാഗാദേവി തെറി പറയുന്നു എന്ന് പറഞ്ഞ് മൊബൈൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്റെ വായിന്ന് തെറി ഏൽപ്പിച്ച് അവന്റെ ചാനൽ കൂട്ടി റീച്ച് ആക്കാം. അതുകൊണ്ട് എന്താ റീച്ച് ആക്കിക്കണം. എന്നിട്ട് ആ പയ്യൻ നാഗാദേവിയുടെ വായ അടപ്പിച്ചു. എവിടെ ഇപ്പൊ തുറന്നില്ലേ? കൂടുതൽ തുറന്നതേ ഉള്ളൂ. വായ അടപ്പിക്കാനൊന്നും അവനൊന്നും ഈ മയില് വെണ്ണുമ്പോഴേക്കും അവനൊന്നും പറ്റത്തൊന്നുമില്ല. നാഗാദേവിയുടെ വായ അടപ്പിക്കാൻ. അപ്പൊ ആ കൂടുതൽ തുറന്നതേ ഉള്ളൂ. ആ മയിലിനോട് ഞാൻ മര്യാദയ്ക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവിടെ പിന്നെ സംശയം. അപ്പൊ അവൻ ചോദിക്കും ഈ സംശയം കമന്റിനെ എന്തിനാ പേടിക്കുന്നത്? സംശയം പിന്നെ ചോദിക്കുമ്പോൾ എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞു മോനിപ്പോ എന്നോട് വന്ന് ചോദിക്കുന്നില്ലേ. അപ്പൊ മോനെ ഞാൻ മറുപടി പറയാതിരുന്നാലോ? അവർ ചോദിക്കുന്നു, അവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഊക്ക് വാങ്ങിച്ച് അവനങ്ങ് ഒതുങ്ങിയില്ല. അവൻ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ തമ്മിപ്പോയി. ആ തമ്മിൽ മാറ്റാൻ വേണ്ടിയാണ് യുവാവ് നാഗാട്ട് ഐഡന്റിറ്റിയോട് പറഞ്ഞോ, നാഗാട്ട് ഐഡന്റിറ്റിയുടെ വാ അടപ്പിച്ചു എന്റെ ആ പൂർവാധികം തുറക്കുക ഇപ്പൊ ചെയ്തത്. ഏത് പൂക്കി വന്നാലും ഏത് മൈരത്തിൽ വന്നാലും നാഗാദേവി ഇങ്ങനെ സംസാരിക്കും. അവിടെ വെച്ചാണ് ഞാൻ മര്യാദക്ക് ഞാൻ താല്പര്യമോടുകൂടി പറഞ്ഞത്. ആ മൈരിനെ ഒന്നും മിണ്ടാതിരിക്കണം, മിണ്ടാ പോലും ഇത്തരത്തിലുള്ളവരോടൊന്നും ഞാൻ സംസാരിക്കില്ല. എന്റെ വെളിയോട്ട് ഇറങ്ങിയാൽ തന്നെ ഇങ്ങനെ ആരെങ്കിലും വന്ന് എന്നോട് സംസാരിക്കുവാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകില്ല. അവിടെ ഞാൻ ഇങ്ങനെ നിങ്ങൾ ഇന്നലെ കണ്ടല്ലേ, വീഡിയോസിനകത്ത് കണ്ടല്ലേ? കണ്ടോ? ഞാനും കണ്ടു. എന്നിട്ട് അവനെ എനിക്ക് പൊതു സമൂഹത്തിലേക്ക് ഒന്ന് കാട്ടണം. അവൻ മുഖം മറച്ചു വെച്ചാൽ എങ്ങനെ ഇട്ടത്. ഞാൻ അവിടെ നിന്ന് മീഡിയക്കാരോടൊക്കെ പറഞ്ഞു അവന്റെ മുഖം എടുത്ത് വെളിയിലോട്ട് ഇടാൻ പറഞ്ഞു. അതെല്ലാം പിടിച്ച് വെളിയിലിടാൻ പറഞ്ഞു. അവരൊക്കെ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. എല്ലാവരോടും നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളുടെ മുഖം എടുത്ത് വെളിയിലേക്ക് അവരൊക്കെ എടുത്തിട്ട് ഇവരെ പോലുള്ളവരെയൊക്കെ വെളി വേണം. നാഗാദേവിയുടെ മുഖം മാത്രം ഇട്ട് അങ്ങനെ ഇപ്പം ഉണ്ടാക്കണ്ട. അവനെ പോലുള്ളവർ വെളിയിലേക്ക് ഇടണം. അവനെയൊന്നും എനിക്കറിയില്ല. അവന്റെ ഒന്നും കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. വെറുതെ കളത്തറയെന്ന് പറയാം. ഓട്ടോ ദേവി ഞാനുണ്ട് കൂടെ. പൈസ ഗൂഗിൾ പേ വഴി വാങ്ങിക്കുന്നു. പിന്നെ ഈ ഗൂഗിൾ പേ ഒക്കെ എന്തെങ്കിലും മൂഞ്ചം വെച്ചേക്കോന്നോ? ഗൂഗിൾ പേ ഒക്കെ പണം ഇടപാട് നടത്താൻ. പിന്നെ ആത്മീയത എന്താണെന്നറിയാം. അത് ഞാൻ എങ്ങനെ വർണ്ണിച്ചു കൊടുക്കും? മൗനമെന്ന് പറഞ്ഞാൽ ഇവറ്റേക്ക് പറയും എന്തിനാ മൗനമെന്ന് ചോദിക്കും. അത് ആത്മീയത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നു. കാരണം അത് വർണ്ണിക്കാൻ കഴിയില്ല. അതിനെ പറയുന്നത് ധ്യാനം ചെയ്യണമെന്ന്. ധ്യാനം ചെയ്യുമ്പോഴെന്താണോ ശ്വാസം അറിയും, മൗനം അറിയും. അതേ ഉള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് ആത്മീയത എന്താണെന്ന് അറിയണമെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക, മൗനം. ശ്വാസം പോകുന്ന നോക്കുമ്പോൾ നമ്മൾ മൗനമായി ഇങ്ങനെ. എത്ര നേരം നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കാം. നിങ്ങൾക്കൊന്നും അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ എനിക്കൊരു മൈലും അറിയാഞ്ഞിട്ടല്ല. ഞാനത് ഭംഗിയായിട്ട് അതവിടെ ചെയ്തു. ആത്മീയത എന്താണ്? ഇങ്ങനെ മൗനം. നമുക്കത് വിശദീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ മൗനമായിട്ടോ അപ്പൊ എത്ര പറഞ്ഞാലും അവർക്കും മനസ്സിലാവത്തില്ല. മനസ്സിലാകാത്തവരുടെ മുന്നിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഞാൻ നന്നായിട്ട് ആനന്ദിച്ചു അവിടെ നിന്ന്. എത്ര പറഞ്ഞാലും വീണ്ടും തർക്കിച്ച് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മൾ മൗനിയാവുക. എന്നിട്ടോ മൗനിയാകുമ്പോൾ പറയാം വായ അർപ്പിച്ചു. അല്ല, ഞാനിപ്പോൾ തുറക്കാം അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് ഒരു കാശ് പോലും തരാതെ ഞാൻ ഇരുന്ന് എൻ്റെ വായും തുറന്ന് എൻ്റെ അന്നനാളത്തിന്റെ പിന്നെ ഊർജ്ജവും കളഞ്ഞ് നാവും ഇട്ട് അലച്ച് അതിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. എനിക്കത് വാദോ അതായത് അതേപോലെ വണ്ടി കൊടുക്കുന്നു. ഞാൻ പിന്നെ അവിടെ വീണ് കിടന്ന ഇവറ്റകളൊന്നും എന്നെ എടുത്ത് പൊക്കി എടുത്തോണ്ട് പോയി ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോയില്ല. ഒരു കാശിന്റെ മരുന്നോ വെള്ളമോ ഒന്നും വാങ്ങിച്ചില്ല ഈ മൈലുകൾ. അവർ വീഡിയോ എടുത്തോണ്ട് അവരങ്ങ് പോകും. പിന്നെ അവിടെ വയ്യാതെ കിടക്കുന്നത് ഞാനായിരിക്കും. അതെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. അറിയാമോ? എനിക്ക് അവർ മരുന്ന് വാങ്ങിക്കാനോ എന്നെ ശുശ്രൂഷിക്കാനോ ഒന്നും ഇവരാരും എനിക്ക് പണം തരില്ല. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മൗനിയായിട്ട് അവിടെ നിന്നത്. അഥവാ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ദൈവത്തിന് എന്തിനാ പഞ്ഞം എന്നും ചോദിച്ചോണ്ട് അവിടെ വീണ്ടും അവർ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കും. അല്ലാതെ അവരിൽ നിന്ന് ഒരു ആത്മാർത്ഥതയോ ദയവോ കനിവോ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇനി ഞാൻ അങ്ങനെ നിൽക്കുള്ളൂ. അതിന് ഒരു മാറ്റമില്ല. ഇനി നാഗദേവി വേണ്ടുന്ന സമയത്ത് അങ്ങനെ നിൽക്കുള്ളൂ. അതേ മുന്നിൽ ചെന്ന് നാഗാദേവി ഒന്ന് ഓർത്തു നോക്കി. ഈ മൈര്യങ്ങളുടെയൊക്കെ അവസ്ഥ. ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നും ഇത്രയൊക്കെ പഠിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗുരുമാരുടെയൊക്കെ കടിയും അതിന്റെ ഷെബീനാത്താക്കാൻ കൂടെ പൂളിമോളില്ല. അവിടെ ഒരു അസൂയ കണ്ടില്ലേ? അവളെ ശീതളിയും ആ വൈദ്യൊക്കെ. ഞാൻ കാറിലൊന്നും പോകുന്ന ഇവറ്റകൾക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നും കൊണ്ട് നാഗാദേവി തകരപ്പാട്ടയുടെ കീഴിൽ കിടക്കണമെന്നാണ് ഈ വൈദ്യകളുടെ ആഗ്രഹം. അത് ഊമ്പിയാൽ മതി. ഞാൻ പഠിക്കാൻ പോയതൊക്കെ മൂഞ്ചാനല്ല. നിന്റെ ഒന്നും അടുത്ത് വന്ന് ഞാൻ തെണ്ടുന്നില്ല. ഞാൻ ജോലി എടുത്തു തന്നെ തൊഴിലെടുത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. തീരെ കണ്ണേടിയാ. ആ കണ്ണേടി എന്താ? നാഗാദേവി ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആളുകൾ കൂടിയിട്ട് നാഗാദേവിക്ക് പണവും ധനവും എല്ലാം കൊടുക്കും. അതുവഴി നാഗാദേവി ഉയർത്തേലേക്ക് എത്തും. അങ്ങനെയൊക്കെ അവളുമാരൊക്കെ വിചാരം. അത് തന്നെ ആവുള്ളൂ നാഗാദേവി. ഇത്രയും കാലം മീഡിയ വഴിയിട്ട് നീയൊക്കെ എന്നെ കൊല്ലാക്കൊല ചെയ്തതൊക്കെ എനിക്കറിയാം. നാഗാദേവി വളർന്നു വരരുതെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ആവില്ലാതെ ഞാൻ വയ്യാതെ കിടന്നപ്പോഴും എന്റെ വീഡിയോ എടുത്ത് വെച്ച് പണം തിന്നവരെ നീയൊക്കെ ഉൾപ്പെടെയുള്ളവർ. ഇനി ഞാൻ ഇത് അനുവദിക്കത്തില്ല. വയ്യാതെ കിടന്നപ്പോഴേ എനിക്ക് ഇത്തിരി വെള്ളമൊന്നും ആരും ഇല്ലായിരുന്നു. അനക്ക് തരാനോ ആരും എനിക്ക് കൊണ്ടുവരാനോ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടു വന്നവർ. നിനക്കൊക്കെ അസുഖം കുശുമ്പും
നാഗാദേവിയുടെ ചുറ്റും ആരാധകരും ഒക്കെ കൂടുന്നുണ്ട്. പണ്ടേ എനിക്ക് ചുറ്റും ആരാധകരും എല്ലാവരും കൂടും. വളർന്നു വരും നാഗദൈവം എന്ന് കൂടും. ഈ പൂർവികളെല്ലാം എനിക്കൊരു നാഗദൈവം എന്ന് പേര് വിട്ടിട്ട് അപ്പൊ വിഡ്ഢികളായ മനുഷ്യർ പറയാം, ആൾക്ക് വളർന്നു വരരുത്, അവരിവിടെ വളർന്നു വന്നാൽ മറ്റുള്ളവർക്കും കൂടെ അത് ഭീകരമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കും. ഇവരെ എത്രയും പേരെ എങ്ങനെ ഇല്ലാതാക്കണം. ആയിരത്തി എന്നെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് നിനക്കൊക്കെ സുഖിച്ച് ജീവിക്കാമെന്നൊന്നും കരുതണ്ട. ഞാൻ അടങ്ങിയിരിക്കുന്നില്ല. എന്റെ ആത്മാവ് വരെ വന്ന് നിന്നെ കൊത്തി പറിച്ചു കൊല്ലും, നിന്റെ മക്കളെ ഉൾപ്പെടെ കൊല്ലും കേട്ടോ. ഞാൻ എങ്ങനെയാ, എനിക്ക് നല്ല പകയുള്ളവളാണ് ഞാൻ. പക തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ പകരം വീട്ടിൽ തന്നെ ഉള്ളൂ, പക വീട്ടിൽ നിന്നുള്ള ഞാൻ. പണ്ടേ എനിക്ക് ചുറ്റും ആളുകളുണ്ട്. എന്റെ സൗന്ദര്യം കണ്ട്, എന്റെ വർത്തമാനം കണ്ട്, എന്റെ കലകൾ. ആരുടെ അടുക്കൽ ഞാൻ ഇന്ന് വരെ ഭിക്ഷ യാചിക്കാൻ പോയിട്ടില്ല. അഥവാ ഭിക്ഷക്കാർ കാണാൻ എന്തെങ്കിലും വന്നാൽ തന്നെ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അരിയും ഉപ്പും മുളകും ആഹാരവും വസ്ത്രവും വെള്ളവും പണമൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. ഇവറ്റകളുടെയൊക്കെ പോയിട്ട് ക്രൂരത നിറഞ്ഞ ഒരു ഹൃദയമായിരുന്നില്ല എൻ്റെ. ഇവിടൊക്കെ എന്താ ക്രൂരത്തികളാണ്, ഒരു വകയാർക്കും കൊടുക്കാത്ത. ശീതളവിയും അതുപോലെ ആ ചെറുക്കൻ, അതുപോലെ ഈ മൈരത്തി ക്രൂരത നിറഞ്ഞ മനുഷ്യരും. ഞാൻ നാഗാദേവി അതുപോലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് നാഗാദേവിയുടെ അടുക്കിലേക്ക് പാവപ്പെട്ട ആളുകൾ വരുന്നത്. അവർക്കൊക്കെ ഒരു അത്താണിയായിട്ട് നാഗാദേവി മാറുന്നത്. അതുകൊണ്ടാണ് പണക്കാരൊക്കെ നാഗാദേവിക്ക് വേണ്ടി സംസാരിക്കുന്നത്. നാഗാദേവി വലിയ വലിയ കാറുകളിലും വാഹനങ്ങളിലും ഒക്കെ ആളുകൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നാഗാദേവി വെച്ച് സിനിമ എടുക്കുന്നത്. നാഗാദേവിയെ ഈ ലോകത്ത് എല്ലാവരും പൂജിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദരിദ്രർ മുതൽ സമ്പന്നർ വരെ നാഗാദേവിക്കൊപ്പം ഇപ്പം. അത് കണ്ട് നിന്നെ പോലൊക്കെ ഉള്ളവർ എത്ര കിടന്ന് മൂഞ്ചി കത്താനും പറ്റില്ല. അസൂയ മൂത്ത വൃത്തികെട്ട നീച്ച ജന്മങ്ങളെ.